നമസ്കാരം. ഞാൻ ശാന്തി സനു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം കേരളത്തിൽ ഹോം സ്റ്റേ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകളും ഒരിക്കലെങ്കിലും സെർച്ച് ചെയ്തിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. അത് ഹോം സ്റ്റേ ലൈസൻസ് അല്ലെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ക്ലാസിഫിക്കേഷൻ. ഞാനൊരു വെബിനാർ എടുക്കുമ്പോഴും വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൊക്കെ മെസ്സേജ് ഒക്കെ വരുന്നതും ഫേസ്ബുക്കിൽ കമന്റ് വന്നാലും യൂട്യൂബിലൊക്കെ കമന്റ് വരുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യങ്ങളിൽ ഒന്നാണ്, മാഡം, ഹോം സ്റ്റേ തുടങ്ങാൻ ലൈസൻസ് എങ്ങനെ എടുക്കാം? എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ്? എന്റെ വീട്ടിൽ ഹോം സ്റ്റേ തുടങ്ങാനായിട്ട് സാധിക്കുമോ? ഞാനിപ്പോൾ അവിടെ താമസിക്കുന്നില്ല, എനിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമോ? പോലീസ് ക്ലിയറൻസിന്റെ ആവശ്യമുണ്ടോ? പഞ്ചായത്ത് ലൈസൻസ് വേണോ? ഫുഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ ആവശ്യമാണോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. സത്യത്തിൽ ഈ കൺഫ്യൂഷൻ കാരണം കേരളത്തിൽ ഒരുപാട് ആളുകൾ ഹോം സ്റ്റേ തുടങ്ങാതെ നിൽക്കുന്നുണ്ട്. വീടുണ്ട്, റൂമുണ്ട്, ടൂറിസ്റ്റ് ലൊക്കേഷനാണ്, എല്ലാം റെഡിയാണ്. പക്ഷേ ലൈസൻസിനെ കുറിച്ച് ശരിയായ വിവരം അവർക്കറിയില്ല. അതുകൊണ്ട് ഡിസിഷൻ എടുക്കാനും കഴിയുന്നില്ല. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ? നിങ്ങളുടെ മനസ്സിലും ഇതുപോലുള്ള സംശയങ്ങൾ ഉണ്ടാവാറുണ്ടോ? ലൈസൻസ് എടുക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടോ? ഒരുപാട് ഓഫീസുകൾ കയറേണ്ടതായിട്ട് വരുന്നുണ്ടോ? ഒരുപാട് പണം ചെലവാക്കുന്നുണ്ടോ? ഞാൻ അപ്ലൈ ചെയ്താൽ റിജക്റ്റ് ആകുമോ? ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ടുകേൾവികളല്ല, ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഗൈഡ് ലൈൻസ് അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളാണ്. അതോടൊപ്പം ഞാൻ ഹോം സ്റ്റേ ഓണേഴ്സിനോട് സംസാരിച്ചപ്പോൾ കണ്ട പ്രാക്ടിക്കൽ മിസ്റ്റേക്കുകളും പറയാം. റൂൾസ് മാത്രം അറിഞ്ഞാൽ പോരാ, ആ റൂൾസ് യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെ ഉപയോഗിക്കണം എന്ന് കൂടി അറിയണം. ഞാൻ ഹോം സ്റ്റേ ബിസിനസ് പഠിക്കാൻ തുടങ്ങിയ സമയത്ത് ലൈസൻസിനെ കുറിച്ച് എനിക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഒരാളോട് ചോദിക്കുമ്പോൾ അയാൾ പറയും അത് വേണമെന്ന്, മറ്റൊരാൾ പറയും ഇത് വേണമെന്ന്, അങ്ങനെ വേറൊരാൾ ഓരോ കാര്യങ്ങൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയാറുണ്ട്. അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നതോ കൂടുതൽ കൺഫ്യൂഷനാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനൊരു കാര്യം മനസ്സിലാക്കി, ബിസിനസ് തുടങ്ങുമ്പോൾ ഏറ്റവും അപകടകരമായത് ഇൻഫോർമേഷൻ ഇല്ലാത്തതല്ല, റോങ് ഇൻഫോർമേഷൻ ആണ്. കാരണം ഇൻഫർമേഷൻ ഇല്ലെങ്കിൽ നമ്മൾ അന്വേഷിക്കും. പക്ഷെ റോങ് ഇൻഫർമേഷൻ കിട്ടിയാൽ അത് ശരിയാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. അവിടെയാണ് പ്രോബ്ലം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, ഹോം സ്റ്റേ ബിസിനസ് തുടങ്ങണമെങ്കിൽ ഒഫീഷ്യൽ ഗൈഡ് ലൈൻ നോക്കണം. ഫേസ്ബുക്ക് കമന്റ് ബോക്സ് നോക്കി തീരുമാനിക്കരുത്, വാട്സപ്പ് ഫോർവേഡ് നോക്കി തീരുമാനിക്കരുത്, ആരോ പറഞ്ഞതാണ് എന്ന് കേട്ട് തീരുമാനിക്കരുത്. കാരണം ബിസിനസിന്റെ ഫൗണ്ടേഷൻ ശരിയായിരിക്കണം. ഫൗണ്ടേഷൻ തെറ്റിയാൽ മുകളിൽ എത്ര നല്ല ബിൽഡിംഗ് പണിതാലും ഒരു ദിവസം പ്രശ്നമാകും. അതിനാൽ ഈ വീഡിയോയിൽ ഞാൻ പറയുന്ന ആദ്യത്തെ കാര്യം ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഹോം സ്റ്റേ എന്നത് യഥാർത്ഥത്തിൽ എന്താണ്? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അല്ല. ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്കൂ. കേരളത്തിൽ ഹോം സ്റ്റേ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പലർക്കും ഹോം സ്റ്റേ എന്നത് എന്താണെന്ന് പോലും ശരിയായിട്ട് അറിയത്തില്ല. അവർ കരുതുന്നത്, എനിക്കൊരു വീടുണ്ട്, അത് ടൂറിസ്റ്റിന് റെന്റ് കൊടുത്താൽ അത് ഹോം സ്റ്റേ ആകും. അല്ല. അല്ലെങ്കിൽ എനിക്ക് 5 റൂമുണ്ട്, അത് ബുക്കിംഗ് ഒക്കെ കൊടുത്താൽ അതൊരു ഹോം സ്റ്റേ ആകും. അതും അല്ല. ഒരു കാര്യം മനസ്സിലാക്കണം. ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഹോം സ്റ്റേ കാണുന്നത് ഒരു ഫാമിലി ഹോസ്പിറ്റാലിറ്റി മോഡൽ ആയിട്ടാണ്. അതായത് ഓണറും കുടുംബവും താമസിക്കുന്ന വീട്ടിൽ ടൂറിസ്റ്റുകൾക്ക് താമസ സൗകര്യം നൽകുന്ന സംവിധാനമാണ് ഹോം സ്റ്റേ. ഇവിടെയാണ് പലരും ആദ്യത്തെ മിസ്റ്റേക്ക് ചെയ്യുന്നത്. ഹോം സ്റ്റേയും സർവീസ് വില്ലയും ഹോളിഡേ ഹോമും റിസോർട്ടും എല്ലാം ഒന്നാണെന്ന് അവർ കരുതുന്നു. അല്ല. ഓരോന്നിനും അതിന്റെ സ്വന്തം സ്ട്രക്ചർ ഉണ്ട്, റൂൾസ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുൻപായിട്ട് ആദ്യം നിങ്ങളുടെ പ്രോപ്പർട്ടി ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നൊന്ന് മനസ്സിലാക്കുക. ഒരു ചെറിയ എക്സാമ്പിൾ നമുക്ക് നോക്കാം. നിങ്ങൾ മൂന്നാറിൽ താമസിക്കുന്നു എന്നൊന്ന് കരുതുക. നിങ്ങളുടെ വീട്ടിൽ 4 ബെഡ്റൂം ഉണ്ട്. നിങ്ങളും കുടുംബവും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അതിൽ 2 റൂം ടൂറിസ്റ്റിന് കൊടുക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് ഹോം സ്റ്റേ മോഡലിന് അനുയോജ്യമായ ഒരു ഉദാഹരണമാണ്. ഇനി മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഒരു ബിൽഡിംഗ് ഉണ്ട്, അതിൽ 8 റൂമുണ്ട്. പക്ഷേ ഓണർ അവിടെ താമസിക്കുന്നില്ല, അദ്ദേഹം വേറെ സ്ഥലത്താണ്. അപ്പോൾ ഈ മോഡൽ അങ്ങ് മാറും. അതുകൊണ്ട് എല്ലാം ഹോം സ്റ്റേ ആണ് എന്ന് നിങ്ങൾ കരുതരുത്. ഇവിടെ ഞാൻ ഒരു കാര്യം പ്രത്യേകം നിങ്ങളോട് പറയാം. എനിക്ക് മെസ്സേജ് അയക്കുന്ന പലരും ആദ്യം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മാഡം, എന്റെ പ്രോപ്പർട്ടിക്ക് ഹോം സ്റ്റേ ലൈസൻസ് കിട്ടുമോ? ഞാൻ ഉടനെ ഉത്തരം പറയാറില്ല അവരോട്. ആദ്യം ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ അവിടെ താമസിക്കുന്നുണ്ടോ? എത്ര റൂമുണ്ട്? പ്രോപ്പർട്ടി ആരുടെ പേരിലാണ്? ഇപ്പോൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് ശരിയായ വഴി പറയാൻ കഴിയുക. കാരണം
ഒരേ ആൻസർ എല്ലാവർക്കും ബാധകമാകില്ല. ഓരോ പ്രോപ്പർട്ടിക്കും സിറ്റുവേഷൻ വ്യത്യസ്തമാണ്. ഇപ്പോൾ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഹോം സ്റ്റേ തുടങ്ങാൻ ആലോചിക്കുന്ന ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇപ്പോൾ ഹോം സ്റ്റേ നടത്തുന്ന ഒരാളാണോ? ഞാൻ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ട്. അതിനനുസരിച്ച് അടുത്ത വീഡിയോസ് തയ്യാറാക്കാനും എനിക്ക് സഹായകരമാകും. സത്യത്തിൽ ഈ ഒരു പോയിന്റ് അറിയാതെ പലരും ആപ്ലിക്കേഷൻ പ്രോസസ്സ് തുടങ്ങുന്നുണ്ട്. പിന്നെയാണ് ഓരോ പ്രശ്നങ്ങളും വരാനായിട്ട് തുടങ്ങുന്നത്. അതുകൊണ്ട് ഈ ഭാഗം വളരെ ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് കേൾക്കണം. കാരണം ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം നിങ്ങളുടെ സമയം ലാഭിക്കാനായിട്ട് കഴിയും. പണം ലാഭിക്കും. അതിലും പ്രധാനമായിട്ട് അനാവശ്യമായ നിരാശ ഒഴിവാക്കുകയും ചെയ്യും. രണ്ടാമത്തെ കാര്യം, ആർക്കൊക്കെയാണ് ഹോം സ്റ്റേ ക്ലാസിഫിക്കേഷന് അപേക്ഷിക്കാൻ കഴിയുക? ഈ ചോദ്യം കേൾക്കുമ്പോൾ നിങ്ങൾ പറയും, അത് എളുപ്പമല്ലേ, വീടുള്ളവർക്ക് എല്ലാവർക്കും കഴിയും, അപേക്ഷിക്കാം. അല്ല, അത്ര ലളിതമല്ല. ഒരു ഹോം സ്റ്റേ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളോട് ഞാൻ ആദ്യം ചോദിക്കുന്ന 3 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ഈ പ്രോപ്പർട്ടി ആരുടെ പേരിലാണ്? രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നുണ്ടോ? മൂന്നാമത്തെ ചോദ്യം, ഇപ്പോൾ ഈ പ്രോപ്പർട്ടി എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഈ 3 ചോദ്യങ്ങൾക്ക് കിട്ടുന്ന ഉത്തരമാണ് അടുത്ത വഴി തീരുമാനിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. മൂന്നാറിലൊരു വീടുണ്ട്. ആ വീട് നിങ്ങളുടെ പേരിലാണ് ഉള്ളത്. നിങ്ങളും കുടുംബവും അവിടെ തന്നെയാണ് താമസിക്കുന്നത്. 4 ബെഡ്റൂം ഉണ്ട്. അതിൽ 2 റൂം ടൂറിസ്റ്റുകൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുമുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യമാണെങ്കിൽ അത് നമുക്ക് ഹോം സ്റ്റേ മോഡലിലേക്ക് കൊണ്ടുപോകാം. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഒരു വ്യക്തി ഗൾഫിൽ ജോലി ചെയ്യുകയാണ്. കേരളത്തിൽ ഒരു വീടും ഉണ്ട്. പക്ഷേ വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അദ്ദേഹം ആ വീട്ടിലേക്ക് വരുന്നത്. ബാക്കി സമയം വീട് അടഞ്ഞു കിടക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം ചിന്തിക്കുന്നു, ഇത് ഹോം സ്റ്റേ ആക്കിയാൽ എങ്ങനെയിരിക്കും? ഇവിടെയാണ് ആദ്യം കാറ്റഗറി മനസ്സിലാക്കേണ്ടത്. കാരണം എല്ലാ പ്രോപ്പർട്ടിക്കും ഒരേ മോഡൽ ബാധകമല്ല. അതാണ് പലരും ചെയ്യുന്ന ആദ്യത്തെ തെറ്റ്. ഞാൻ പലപ്പോഴും കാണുന്ന ഒരു സാഹചര്യം നിങ്ങളോട് പറയാം. വാട്സപ്പിൽ ഒരു മെസ്സേജ് വരും, മാഡം ഞങ്ങളുടെ വീട് ടൂറിസ്റ്റ് ഏരിയയിലാണ്, ഹോം സ്റ്റേ തുടങ്ങണം. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, ആ വീട്ടിൽ ഇപ്പോൾ ആരാണ് താമസിക്കുന്നത്? ആരും താമസിക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും അവരോട് പറയും, ശരി, ആദ്യം നിങ്ങളുടെ പ്രോപ്പർട്ടി ഏത് കാറ്റഗറിയിൽ വരുന്നു എന്നൊന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം തെറ്റായ കാറ്റഗറിയിൽ ആപ്ലിക്കേഷൻ കൊടുത്താൽ നിങ്ങളുടെ സമയം പോകും, അനാവശ്യ കൺഫ്യൂഷൻസും ഉണ്ടാകും. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല ബിസിനസ്സുകളിലും ആദ്യം പ്രൊഡക്റ്റ് ഉണ്ടാക്കും, ശേഷമാണ് കാറ്റഗറി തീരുമാനിക്കുന്നത്. പക്ഷേ ടൂറിസം ഇൻഡസ്ട്രിയിൽ അങ്ങനെയല്ല. ആദ്യം കാറ്റഗറി ശരിയാക്കും, ശേഷമാണ് പ്രോസസ്സ് തുടങ്ങേണ്ടത്. കാരണം കാറ്റഗറി തന്നെയാണ് പിന്നീട് ആവശ്യമായ ഡോക്യുമെന്റ്സിനെയും ഇൻസ്പെക്ഷനെയും റൂൾസിനെയും ബാധിക്കുന്നത്. ഇനി മറ്റൊരു കോമൺ ക്വസ്റ്റ്യൻ, വാടക വീട്ടിൽ ഹോം സ്റ്റേ തുടങ്ങാൻ പറ്റുമോ? ഈ ചോദ്യം എനിക്ക് ആഴ്ചയിൽ പലതവണ വരാറുണ്ട്. ഇവിടെയും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഒരു സുഹൃത്ത് പറഞ്ഞത് കേൾക്കും, ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ആരോ എഴുതിയത് വായിക്കും, അതിനുശേഷം തീരുമാനവും എടുക്കും. പക്ഷേ ബിസിനസ് ഡിസിഷൻ അങ്ങനെ എടുക്കരുത്. നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ഒരു ബിസിനസ് ആണ് ഇവിടെ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഒഫീഷ്യൽ ഗൈഡ് ലൈൻസ് നോക്കാതെ കേട്ടുകേൾവികൾ മാത്രം ആശ്രയിച്ച് തീരുമാനിച്ചാൽ അതിന്റെ റിസ്ക് വളരെ കൂടുതലാണ്. ഞാനൊരു വെബിനാർ എടുത്തപ്പോൾ ഒരാൾ പറഞ്ഞ കാര്യം ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അദ്ദേഹം പറഞ്ഞു, 1 വർഷമായിട്ട് ലൈസൻസ് എടുക്കണമെന്ന് ആലോചിക്കുന്നു. പക്ഷേ ഓരോരുത്തരും ഓരോ കാര്യം പറയുന്നത് കൊണ്ട് ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം മാത്രമാണ് പറഞ്ഞത്, കൺഫ്യൂഷൻ ഉള്ളപ്പോൾ തീരുമാനം എടുക്കരുത്. ആദ്യം ശരിയായ വിവരങ്ങൾ കണ്ടെത്തൂ, ശേഷം മുന്നോട്ട് പോകൂ. ബിസിനസ്സിലും അതുതന്നെയാണ്. നോളജ് ഇല്ലാതെ സ്പീഡ് കാണിക്കുന്നതിനേക്കാൾ ശരിയായ നോളജോടുകൂടി സ്ലോ ആയിട്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. ഇനി ഒരു ചെറിയ റിയാലിറ്റി നമുക്ക് ചെക്ക് ചെയ്യാം. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഹോം സ്റ്റേ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു ആളാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു പേപ്പർ എടുത്ത് 3 കാര്യങ്ങൾ എഴുതൂ. ഒന്നാമത്, പ്രോപ്പർട്ടി ആരുടെ പേരിലാണ്? രണ്ടാമത്, ആ വീട്ടിൽ ഇപ്പോൾ ആരാണ് താമസിക്കുന്നത്? മൂന്നാമത്, നിങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഹോം സ്റ്റേ ആണോ, അല്ലെങ്കിൽ മറ്റൊരു അക്കോമഡേഷൻ മോഡൽ ആണോ? ഈ 3 ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം കിട്ടിയാൽ നിങ്ങളുടെ യാത്ര വളരെ എളുപ്പമാകും. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് നമുക്ക് പോകാം. സത്യത്തിൽ ലൈസൻസ് പ്രോസസ്സിൽ ഏറ്റവും കൂടുതൽ സമയം പോകുന്നത് ഇവിടെയാണ്. ഡോക്യുമെന്റ്സ്. ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. റൂം റെഡിയാണ്, ഫർണിച്ചർ ഉണ്ട്, പെയിന്റിംഗ് കഴിഞ്ഞു, ബോർഡ് വെച്ചു, ഫോട്ടോസ് എടുത്തു. പക്ഷേ ആപ്ലിക്കേഷൻ കൊടുക്കാനിരിക്കുമ്പോൾ ഒരു ഡോക്യുമെന്റ് ഇല്ല. അതെടുക്കാൻ വീണ്ടും 2 ആഴ്ച, പിന്നെ മറ്റൊരു സർട്ടിഫിക്കറ്റ്, വീണ്ടും കാത്തിരിപ്പ് തന്നെ. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞിട്ടും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ കഴിയാതെ പോകുന്നു. അപ്പോൾ ആളുകൾ പറയും, ലൈസൻസ് എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്ന്. അങ്ങനെയൊന്നുമല്ല, ലൈസൻസ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല.
പ്രിപ്പറേഷൻ ഇല്ലാത്തതാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഒരു വീട് പണിയാൻ പോകുമ്പോൾ ഫൗണ്ടേഷൻ ഇല്ലാതെ റൂഫ് ഇടുമോ? ഇല്ലല്ലോ. ആദ്യം ഫൗണ്ടേഷൻ വേണം, ശേഷം കോളം, പിന്നെ ബീം, അതിനുശേഷം റൂഫ്. ലൈസൻസ് പ്രോസസ്സും അതുപോലെ തന്നെയാണ്. ആദ്യം ഡോക്യുമെന്റ്സ് റെഡിയാക്കുക, ശേഷം ആപ്ലിക്കേഷൻ റെഡിയാക്കുക, പിന്നെ ഇൻസ്പെക്ഷൻ, അതിനുശേഷം ക്ലാസിഫിക്കേഷൻ. ഈ ഓർഡർ ഒന്ന് മനസ്സിലാക്കിയാൽ പ്രോസസ്സ് വളരെ ലളിതമാകും. ഞാനൊരു ഓണറിനെ കണ്ടിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ തുടങ്ങിയ ശേഷം മാത്രമാണ് അദ്ദേഹം ഡോക്യുമെന്റ്സ് അന്വേഷിച്ച് നടക്കുന്നത്. അപ്പോൾ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ഇല്ല, ലാൻഡ് ടാക്സ് റെസിപ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, ബിൽഡിംഗ് ഫോട്ടോസ് ഒന്നും ശരിയായ ഫോർമാറ്റിലുമല്ല. അങ്ങനെ ഓരോ ദിവസവും ഓരോ ഡോക്യുമെന്റ്സ് അന്വേഷിച്ച് നടക്കേണ്ടി വരുന്നതായിട്ട് കണ്ടു. അദ്ദേഹം പിന്നീട് പറഞ്ഞൊരു വാക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മാഡം, ഇവയെല്ലാം മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും സമയം എനിക്ക് പോകില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. നിങ്ങൾ അതേ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി. ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഡോക്യുമെന്റ്സ് എന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ചോദിക്കുന്ന ഒരു കാര്യമല്ല. ഓരോ ഡോക്യുമെന്റ്സിനും ഒരു കാരണമുണ്ട്. ഒരു ഉദാഹരണം നമുക്ക് നോക്കാം. ഒരു ഗസ്റ്റ് നിങ്ങളുടെ ഹോം സ്റ്റേയിൽ താമസിക്കാനായിട്ട് വരുമ്പോൾ അദ്ദേഹം എന്താണ് ആദ്യം നോക്കുന്നത്? സേഫ് ആണോ? ലീഗൽ ആണോ? ഓണർ ജെന്യൂൻ ആയിട്ടുള്ള ആളാണോ? അതുപോലെ തന്നെയാണ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നിങ്ങളെ നോക്കുന്നത്. നിങ്ങളുടെ പ്രോപ്പർട്ടി ജെന്യൂൻ ആണോ? ഓണർ ആരാണ്? ബിൽഡിംഗ് ഒക്കെ ശരിയായിട്ടുള്ളതാണോ? നിയമപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഡോക്യുമെന്റ്സ് അവർ ആവശ്യപ്പെടുന്നത്. ആദ്യം റെസിഡൻസ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് നമുക്കൊന്ന് സംസാരിക്കാം. ഈ സർട്ടിഫിക്കറ്റ് എന്തിനാണ്? പലരും കരുതുന്നത് ഇതൊരു ഫോർമാലിറ്റി മാത്രമാണ് എന്നാണ്. അങ്ങനെയല്ല. ഹോം സ്റ്റേ എന്നത് ഓണർ താമസിക്കുന്ന വീട്ടുമായി ബന്ധമുള്ള ഒരു മോഡൽ ആയതുകൊണ്ടാണ് റെസിഡൻസ് സംബന്ധിച്ച രേഖകൾ അവിടെ പ്രധാനമാകുന്നത്. ഇവിടെയാണ് ചിലർ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും റെസിഡൻസ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോകുന്നത്. അത് ശരിയായ രീതിയല്ല. നിങ്ങൾ ലൈസൻസ് പ്രോസസ്സ് തുടങ്ങാൻ തീരുമാനിക്കുന്ന സമയത്ത് തന്നെ ഡോക്യുമെന്റ്സിന്റെ ഒരു ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കണം. അതിൽ ആദ്യം റെസിഡൻസ് സർട്ടിഫിക്കറ്റ് ടിക്ക് ചെയ്യണം. ഇനി അടുത്തത് ഓണർഷിപ്പ് ഡോക്യുമെന്റ്സ് ആണ്. ഒരു കാര്യം ഓർക്കണം, ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് ഒരു കാര്യം ഉറപ്പാക്കണം. ഈ പ്രോപ്പർട്ടിയുടെ ഉത്തരവാദിത്തം ആരുടേതാണ്? അതിനാലാണ് ഓണർഷിപ്പ് സംബന്ധിച്ച രേഖകൾ പ്രധാനമാകുന്നത്. ഇവിടെ ഒരു മിസ്റ്റേക്ക് പലരും ചെയ്യുന്നു. വീടിന്റെ ടാക്സ് റെസിപ്റ്റ് ഒരാളുടെ പേരിലും കറണ്ട് ഓണർ മറ്റൊരാളും. റെക്കോർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. പിന്നീട് ആപ്ലിക്കേഷൻ സമയത്ത് കൺഫ്യൂഷൻ. അതുകൊണ്ട് പ്രോപ്പർട്ടി റെക്കോർഡ് അപ്ഡേറ്റഡ് ആണോ എന്നുകൂടി പരിശോധിക്കുക. 3. ലാൻഡ് ടാക്സ് റെസിപ്റ്റ്. ഇത് കേൾക്കുമ്പോൾ ചിലർ പറയും അതൊക്കെ പിന്നീട് നോക്കാം. ബിസിനസ് തുടങ്ങുമ്പോൾ പിന്നീട് എന്ന വാക്കൊന്നും അവിടെ ഉപയോഗിക്കരുത്. കാരണം ഓരോ ചെറിയ ഡിലേയും പിന്നീട് വലിയ ഡിലേ ആയിട്ട് മാറും. ഞാൻ കണ്ട പല ഓണേഴ്സിനും ഒരു മാസം ലൈസൻസ് പ്രോസസ്സ് നീണ്ടുപോകുന്നുണ്ട്. വലിയ പ്രശ്നം കൊണ്ടല്ല, ഒരു ചെറിയ ഡോക്യുമെന്റ് റെഡി അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് ചെറിയ കാര്യങ്ങൾ ചെറുതാണെന്ന് കരുതരുത്. ബിൽഡിംഗ് ഫോട്ടോസ്. ഇവിടെയും പല ഓണേഴ്സും ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ്. ആപ്ലിക്കേഷന് ഫോട്ടോ വേണമെന്നറിഞ്ഞപ്പോൾ മൊബൈൽ എടുത്ത് പെട്ടെന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആദ്യമായിട്ട് നിങ്ങളുടെ പ്രോപ്പർട്ടി കാണുന്നത് എങ്ങനെയാണ്? ആ ഫോട്ടോസിലൂടെ. അതുകൊണ്ട് ഫോട്ടോസ് എടുക്കുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫ്രണ്ട് വ്യൂ വേണം, എൻട്രൻസ് വേണം, റൂംസ്, ബാത്റൂംസ്, ഡൈനിങ് ഏരിയ, പാർക്കിംഗ്, കോമൺ ഏരിയ, ഇവയെല്ലാം വ്യക്തമായി അവിടെ കാണിക്കണം. ഞാനൊരു ഓണറിനോട് ചോദിച്ചു, ആപ്ലിക്കേഷന് കൊടുത്ത ഫോട്ടോസ് ഒന്ന് നിങ്ങൾ കാണിക്കാമോ എന്ന്. അപ്പോൾ അദ്ദേഹം കാണിച്ചു. ഒരു ഫോട്ടോ ഇരുട്ടിലെടുത്തതാണ്, മറ്റൊന്ന് ബ്ലറാണ്, മറ്റൊന്ന് ഹാഫ് ബിൽഡിംഗ് മാത്രം അതിൽ കാണുന്നു. ഞാൻ പറഞ്ഞു, ഇത് നിങ്ങൾ ഗസ്റ്റിന് അയച്ചു കൊടുത്താൽ ബുക്കിംഗ് നിങ്ങൾക്ക് കിട്ടുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ആപ്ലിക്കേഷനും നല്ല ഫോട്ടോസ് തന്നെ കൊടുക്കണം. കാരണം ആദ്യ ഇംപ്രഷൻ വളരെ പ്രധാനമാണ്. ഇവിടെ ഒരു ചെറിയ ടിപ്പ് പറയാം. ആപ്ലിക്കേഷന് വേണ്ടി ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഗസ്റ്റിന്റെ കണ്ണിലൂടെ പ്രോപ്പർട്ടി നിങ്ങളൊന്ന് നോക്കുക. വീട്ടിൽ അനാവശ്യ സാധനങ്ങൾ കിടക്കുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി വെക്കുക. റൂം ക്ലീൻ ആക്കുക. കർട്ടൻ ഒക്കെ നല്ല രീതിയിൽ അവിടെ സെറ്റ് ചെയ്യുക. ബെഡ്ഷീറ്റ് നല്ല ബെഡ്ഷീറ്റുകൾ മാറ്റി വിരിക്കുക. ബാത്റൂം ക്ലീൻ ആയിട്ട് സെറ്റ് ആക്കുക. നാച്ചുറൽ ആയിട്ടുള്ള സമയത്ത് തന്നെ ഫോട്ടോസ് എടുക്കുക. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും പ്രൊഫഷണൽ ഫീൽ നൽകും. ഇത് കേൾക്കുമ്പോൾ ചിലർ ഒന്ന് പേടിക്കും. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്, ഇത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണോ? അല്ല. പക്ഷേ അവസാന ദിവസം വരെ കാത്തിരുന്നാൽ ഡിലേ ആവുകയും ചെയ്യും. എൻ്റെ ഒരു റെക്കമെൻഡേഷൻ എന്താണെന്ന് അറിയാമോ? ലൈസൻസ് എടുക്കണമെന്ന് തീരുമാനിച്ച ദിവസം തന്നെ ഒരു നോട്ട്ബുക്ക് ഒക്കെ എടുക്കൂ. എല്ലാ ഡോക്യുമെന്റ്സിന്റെയും ചെക്ക് ലിസ്റ്റ് അവിടെ എഴുതുക. ഓരോന്നോരോന്നായിട്ട് കംപ്ലീറ്റ് ചെയ്തു പോവുക. അപ്പോൾ അവസാന ദിവസം ഓടി നടക്കേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ടാവില്ല. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ പ്ലാനിംഗ് ഉള്ള ആളും പ്ലാനിംഗ് ഇല്ലാത്ത ആളും രണ്ടുപേരും ഒരേ ദിവസം സ്റ്റാർട്ട് ചെയ്താലും
ആദ്യം മുന്നിലെത്തുന്നത് ആരാണ്? പ്ലാനിംഗ് ഉള്ള ആളായിരിക്കും. ലൈസൻസ് പ്രോസസ്സിങ്ങിലും അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഡോക്യുമെന്റ്സ് പ്ലാനിംഗ് ഉണ്ടെങ്കിൽ പ്രോസസ്സ് വളരെ സ്മൂത്ത് ആയിട്ട് വരും. പ്ലാനിംഗ് ഇല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോ പുതിയ പ്രശ്നം ഉണ്ടാവുകയും ചെയ്യും.